5 കാര്യങ്ങൾ നിങ്ങൾ ആരോടും പറയാൻ പാടില്ല. നമ്മുടെ നാവാണ് നമ്മുടെ ശത്രുവും നമ്മുടെ മിത്രവും. ഈ 5 പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ശത്രുക്കളായിരിക്കും ഉണ്ടാവുക. ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയാണ്. നിങ്ങൾ ഒരുപാട് പൈസക്കാരനാണെന്ന് വിചാരിച്ചു നിങ്ങൾ ഒരുപാട് ആളെ സഹായിച്ചോളൂ. പക്ഷെ നിങ്ങൾ പറഞ്ഞു നടക്കേണ്ടതില്ല. നമ്മളെ പുറകിൽ അസൂയാലുക്കളുടെ ഒരു ക്യൂ കാണാൻ പറ്റും. ഇനി നിങ്ങളിൽ പൈസ ഇല്ല, ദാരിദ്ര്യം അനുഭവിക്കുകയാണ്, ഒരുപാട് ആളോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ആരാ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി പോകുന്നത്? ആരും സഹായിക്കാൻ പോകുന്നില്ല. പകരം അവരൊക്കെ നിങ്ങളെ ദരിദ്രനായിട്ട് കാണുകയുള്ളൂ. ദാരിദ്ര്യം ഒരു തെറ്റല്ല, പക്ഷെ ആളുടെ മനസ്സിൽ ദാരിദ്ര്യത്തിന് വലിയ വില കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഏതൊരു കുടുംബത്തിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. ആ പ്രശ്നങ്ങൾക്ക് ശേഷം പിന്നീട് നന്നാവാനും സാധ്യതകളുണ്ട്. പക്ഷെ ആ പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങളത് മറ്റുള്ളവരോട് പങ്കുവെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പങ്കാളിയെക്കുറിച്ച്, വീട്ടുകാരെക്കുറിച്ച് അവരുടെ മനസ്സിൽ ഒരു വല്ലാത്തൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ നന്നായി കഴിഞ്ഞാലും അവരുടെ മനസ്സിൽ ആ ഇമ്പാക്റ്റ് അങ്ങനെ തന്നെ നിലനിൽക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. മൂന്നാമത്തെ കാര്യം നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളാണ്. ഒരുപാട് ആളുകളുണ്ട് തൻ്റെ പ്രയാസങ്ങൾ കാണുന്നവരോടൊക്കെ ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ പങ്കുവെക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടെങ്കിൽ ആ മുറിവിനെ ഉണങ്ങാൻ നിങ്ങൾ അനുവദിക്കാതിരിക്കുന്നതിന് തുല്യമാണ്. പങ്കുവെച്ചുകൊണ്ട് കാര്യമില്ല. സഹതാപത്തിന് ഒരു നോട്ടം കിട്ടിയേക്കാം, പക്ഷെ അവിടെ സഹായമൊന്നും കിട്ടാനുള്ള ഒരു സാധ്യതയും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. നാലാമത്തെ കാര്യം ദൗർബല്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. എല്ലാ ആളുകൾക്കും എപ്പോഴും ഫോർച്യൂൺസ് തന്നെ ഉണ്ടാവണമെന്നില്ല. പലപ്പോഴും നമ്മുടെ ലൈഫ് ഇങ്ങനെ കയറ്റിറക്കങ്ങൾ ഉണ്ടാകാം. ഇറക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അതിങ്ങനെ പങ്കുവെച്ചിട്ട് കാര്യമില്ല. അതിനെ ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും തയ്യാറാവുക, അതിനെ മറികടക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഭാവി പദ്ധതികളാണ്. നിങ്ങൾ നല്ല പദ്ധതികൾ തയ്യാറാക്കിയിട്ട് അടുത്ത 4-5 സുഹൃത്തുക്കളെ വിളിച്ചിട്ട് ഒന്ന് പറഞ്ഞു നോക്ക്. അവരാദ്യം പറയുന്നത് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. എന്തിനാണ് നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് പ്രചോദനം നശിപ്പിക്കാൻ വേണ്ടി ഇത് പങ്കുവെക്കുന്നത്? ഇനി അങ്ങനെ പങ്കുവെച്ചാൽ തന്നെ ആളുകൾ അസൂയോടെ കാണാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ പദ്ധതികൾ വിജയിപ്പിക്കുക, കാണിച്ചു കൊടുക്കുക, അല്ലാതെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. സോ ഈ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അയച്ചു കൊടുക്കുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. താങ്ക് യു.